രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുണ്ട്. അധിക വർഷം ഞാൻ ഒറ്റപ്പാലത്ത് തന്നെയായിരിക്കും. അവിടെ പോയാൽ എനിക്ക് എൻ്റെ മണ്ണാണത്. ജയിക്കോ തോൽക്കുന്നുള്ളതല്ല, പക്ഷെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. തൊട്ടതെല്ലാം പൊന്നാവാറുണ്ട്. ആവുന്നുണ്ട്, പൊന്നത് ഡയമണ്ട് ആക്കണം. മീൻ കടക്കാരൻ എന്തിനാ പിച്ചക്കാരൻ്റെ അടുത്ത് കൊണ്ട് QR കോഡ് ആ ലെവലിലേക്ക് എത്തിച്ചു ഇന്ത്യനെ. ത്രെട്ട് എവിടെയെന്ന് ചോദിച്ചതിനുള്ള ഉത്തരം 2 സ്ഥലത്തും ഉണ്ട്. പുറത്തുനിന്നും ഉണ്ട്, അകത്തുനിന്നും ഉണ്ട്. വോട്ടിന് വേണ്ടി രാജ്യത്തിനെ വിൽക്കുന്നതും അല്ലെങ്കിൽ എല്ലാം വിൽക്കുന്നതുമായിട്ടുള്ളൊരു പൊളിറ്റിക്സ് ആയിട്ട് മാറിയിരിക്കും. മേജർ രവി കട്ടു, അടിപൊളി. ശ്രീപീഡന കേസ് ഇതുവരെ വന്നിട്ടില്ല. അത് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെയുള്ളത് കൊണ്ടുപോകുന്നില്ല മോളെ. കാരണം ഞാൻ 7ാം ക്ലാസ് തൊട്ട് പ്രേമിക്കാൻ തുടങ്ങി. പ്രണയവും കല്യാണവും രണ്ടാണ്. താൻ എന്താടോ ഇത് എന്ത് ഇവിടെ മേജർ രവിനെ എന്ത് ഇന്റർവ്യൂ ചെയ്യുന്നത്? കാശ്മീരിലത്തെ ആപ്പിൾ. ഞാൻ ഈ ഇന്ത്യ പണ്ടും കണ്ടിട്ടുണ്ട്. 91 ഞാൻ മാരുതി കാർ ഓടിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് കേരളം വരെ വന്ന വ്യക്തിയാണ്. 5 ദിവസം എടുത്ത് എനിക്ക്. കാരണം ഒറ്റ റോഡ്, സിംഗിൾ റോഡിൽ കൂടെ. യു ഷുഡ് ബി പ്രൗഡ് ഓഫ് യുവർ കൺട്രി റാദർ ദാൻ സെയിങ് എൻ്റെ രാജ്യത്ത് ഇതില്ല, എൻ്റെ രാജ്യത്ത് എക്കണോമി മോശമാണ്. നന്ദി പറയുക. നിങ്ങൾ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു മന്ത്രി എന്തിന് ചിദംബരത്തിനെ പോലുള്ള ആളുകൾ പോലും, മണിശങ്കർ അയ്യറിനെ പോലുള്ള ആളുകൾ പോലും ഇത്രയും ഇൻ്റലക്ച്വലായിട്ട് അവരെന്താ പറഞ്ഞ് മീൻ കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് മോദി പറയുന്ന ഇത് കാണിച്ചാൽ കിട്ടുന്ന അന്ന് മീൻ കടക്കാരൻ എന്തിനാ പിച്ചക്കാരൻ്റെ അടുത്ത് കൊണ്ട് QR കോഡ് ആ ലെവലിലേക്ക് എത്തിച്ചു ഇന്ത്യനെ. അപ്പം വേണമെങ്കിൽ നമുക്ക് സാധിക്കും. അത് നമ്മളൊരു പൊളിറ്റീഷ്യൻ വിചാരിച്ചാൽ മതി. അതിനെന്താണ്, നമുക്ക് ആ ഡെഡിക്കേഷൻ വേണം, എൻ്റെ രാജ്യത്തിനോടുള്ള കടപ്പാട്. അങ്ങനെ വരുമ്പോൾ യു ഷുഡ് ബി ഡിഫറെൻറ്റ്. അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ വീടെന്നുള്ള ചിന്ത വരരുത്. വീടെന്നുള്ള ചിന്ത വന്നാലാണ് നമ്മൾ ഈ കക്കാൻ നോക്കുക. എൻ്റെ കുട്ടിക്ക്, എൻ്റെ മകൾക്ക് ഒരു 500 രൂപേൻ്റെ വണ്ടിട്ട് കൊടുക്കണം കെട്ടിച്ചു കൊടുക്കുന്ന സമയത്ത്. അവൾ ചോദിച്ചോ? ഇല്ല, നിങ്ങളായിട്ട് ഈ ഷോ ഓഫാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഗ്രീഡിന് കുറവില്ല. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിനകത്ത് ജീവിച്ചു പോകാനാണെങ്കിൽ നിങ്ങൾ രാജ്യദ്രോഹം ചെയ്യില്ല. രാജ്യദ്രോഹം എപ്പോഴാണ് ചെയ്യുന്നത്? എങ്ങനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി 4 കാശ് എങ്ങനെ ഉണ്ടാക്കും, അതെൻ്റെ രാജ്യത്തിനെ വിറ്റിട്ടാണെങ്കിലും എന്ന് പറയുന്നിടത്താണ് ത്രെട്ട് എവിടെയെന്ന് ചോദിച്ചതിനുള്ള ഉത്തരം 2 സ്ഥലത്തും ഉണ്ട്. പുറത്തുനിന്നും ഉണ്ട്, അകത്തുനിന്നും ഉണ്ട്. അപ്പോൾ ഈ അകത്തുനിന്നുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾ അത് വോട്ടിലൂടെ മാറ്റണം. കാരണം നിങ്ങൾ ഇപ്പം മനസ്സിലായി കഴിഞ്ഞു ജനങ്ങൾക്ക്. അതല്ലേ അന്ന് ആ പെഹൽഗാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതല്ലേ പറഞ്ഞത്. ജനങ്ങൾ ഇളകിയില്ല. ആ ഒരു ഇളകുന്നൊരു മുക്കിൽ എന്തോ അന്ന് ഗുരുത്വത്തിന് ആ സമയത്തിന് ഇത് പറഞ്ഞപ്പം കേരളത്തിലെല്ലാവരും കേട്ടു. ഇത് ഇയാൾ പറയുന്നത് കറക്റ്റല്ലേ അതിന്, അത്രയേ ഉള്ളൂ, അത് മതി. അങ്ങനെ പറയാൻ എന്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുതിരുന്നില്ല? നിങ്ങൾക്ക് ആവശ്യം ഞങ്ങൾ തല്ലൂടെ, എന്നിട്ട് നിങ്ങളെ ഞാൻ സഹായിച്ചു, നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വരണം. ഷെയിം. വോട്ടിന് വേണ്ടി രാജ്യത്തിനെ വിൽക്കുന്നതും അല്ലെങ്കിൽ എല്ലാം വിൽക്കുന്നതുമായിട്ടുള്ളൊരു പൊളിറ്റിക്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ഐ വിൽ ബി എ ഡിഫറെൻറ്റ് മേജർ. പിന്നെയും അന്നപ്പോൾ ചോദിക്കും, എനിക്കറിയാം അങ്ങോട്ടും വരാൻ, രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുന്നത് രാഷ്ട്രീയത്തിന് എന്തോന്നുള്ളത്. അപ്പോൾ ചോദിച്ചോ, എന്തെങ്കിലും പറ, അല്ലെങ്കിൽ മോണോട്ടോണസ് ആയിരിക്കും. എൻ്റെ ശബ്ദം മാത്രമായിരിക്കും ടി വിക്കകത്ത്. സാറ് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോകുന്നു എന്നുള്ള അവസാനം കേൾക്കുന്നുണ്ട്. 2021 ലോക്സഭ വന്നപ്പോഴും വിളിച്ചു. 2024 19 24 അത് കഴിഞ്ഞിട്ട് 21 അസംബ്ലി എല്ലാം എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ നിർത്താൻ വേണ്ടി പാർട്ടിയിൽ നിന്ന് വിളിച്ചു. അന്ന് ഞാൻ അപ്പോൾ പിടികൊടുത്തില്ല. കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അന്ന് ഐ വാസ് തിങ്കിങ് നോ ദിസ് ഓക്കെ. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ അതിന് കുറച്ചുകൂടെ വിലയുണ്ടാവുന്നു. അതിനുവേണ്ടി ഞാൻ നിൽക്കാം. യെസ്, ദാറ്റ് ഈസ് വാട്ട് ഐ തോട്ട്. കാരണം എനിക്ക് തോന്നുന്നു ഓൾറെഡി ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. നമുക്ക് നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യണം, സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലാത്ത ഒരാളാണ്. അതിൻ്റെ കാരണം വെച്ചാൽ എനിക്കൊരു മകനാണുള്ളത്, അവൻ സെറ്റിൽഡാണ്, ഒരു ഭാര്യയുണ്ട്. എനിക്ക് 2-3 ഭാര്യമാരൊന്നുമില്ല, ഒരെണ്ണേ ഉള്ളൂ. അതിനെ തന്നെ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ്, നല്ല പ്രാരാബ്ദമാണ്. അപ്പം ഇതൊഴിച്ചാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം പിന്നെ എന്താ വെച്ചാൽ ചെറിയൊരു പ്രാരാബ്ദം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയത്, എൻ്റെ അനിയൻ മരിച്ചുപോയി. അവനുള്ളൊരു പെൺകുട്ടി 11 വയസ്സ്, അവളൊന്ന് സെറ്റിലാക്കുന്നവർക്ക് അതൊരു അഡീഷണൽ ഇത് വന്നു. അതിനും എനിക്കുള്ളത് കൊണ്ട് മതി. ഒരിടത്തുനിന്നും തട്ടിപ്പറിക്കാനെ പറ്റി ഇതിനൊന്നും പോകേണ്ട ആവശ്യമില്ല.
പിന്നെ പലപ്പോഴും പലയിടത്തും കേൾക്കാം, വല്ലവനും കട്ടുകൊണ്ട് പോയിട്ടില്ല, എൻ്റെയും പേര് ചേർത്തിട്ട് എനിക്ക് കേസുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, പൈസ കട്ട്. പക്ഷെ അവരെ കൊടുക്കുന്നവർക്കും അറിയാം ഞാൻ അതിൽ ഇൻവോൾവ് അല്ല എന്നുള്ളത്. പക്ഷേ സോഷ്യൽ മീഡിയ ഒരു ന്യൂസ് കിട്ടാൻ, ആ ന്യൂസ് നിങ്ങളും എൻജോയ് ചെയ്യും. മേജർ രവി കട്ടു, അടിപൊളി. മേജർ രവി മറ്റേ വേറെ സ്ത്രീ പീഡന കേസ് ഇതുവരെ വന്നിട്ടില്ല. അത് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെയുള്ളതൊന്നും കൊണ്ടുപോകണില്ല മോളെ. കാരണം നിങ്ങൾക്ക് എന്തും ചെയ്യാം, നിങ്ങൾ പറയുന്നത് എന്താണെന്ന്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു 30 ലക്ഷത്തിൻ്റെ ഇത് വന്ന് എൻ്റെ കഥ മോട്ടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ നിന്ന് കുപ്പാക്കിയെടുത്ത് 10 വർഷം എന്തോ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം ഒരു സോഷ്യൽ കോടതിയിൽ നിന്ന്, എന്താ കൊമേഴ്ഷ്യൽ കോടതിയിൽ നിന്ന് വിധി വാങ്ങിച്ചു. ആ വിധിയിൽ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പടം ആരും കണ്ടിട്ടില്ല. ഈ ആൾ കൊടുത്തിരിക്കുന്നത് ഇത് വായിച്ചിട്ട് അത് കറക്റ്റ് ഞാൻ കട്ടതാണത്. എൻ്റെ പടം കണ്ടാലേ ഇത് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലും ഇല്ലാതൊരു കോടതി വിധി വന്നിരിക്കുന്നു. അതിന് ഞാൻ ഇപ്പോൾ സ്റ്റേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിങ്ങളൊക്കെ ആഘോഷിച്ചു കുറേ ആൾക്കാർ. പക്ഷേ ചില ചാനലുകാർ എന്നെ വിളിച്ചു, സാർ അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഒന്നുമില്ല പറഞ്ഞാൽ ഞാൻ നിയമത്തിൻ്റെ രീതിയിൽ പോകുന്നു. അവർ പബ്ലിഷ് ചെയ്തില്ല. അതെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി ഇയാളെക്കുറിച്ച് ഞങ്ങൾ പണ്ട് കുറേ തേജോവധം ചെയ്തിട്ടുണ്ട്, എന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ചോദിച്ചപ്പം അത് ഞാൻ തുറന്നു പറയാം, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മനോരമ എന്നെ വിളിച്ച് ചോദിച്ചു, ഓൺലൈന്. അങ്ങനെ 2-3 ചാനലുകാർ എന്നെ വിളിച്ച് ചോദിച്ചു, സാർ അതിലൊരു സത്യാവസ്ഥ ഒന്നുമില്ല. ബാക്കി ഇട്ടടിക്കല്ലായിരുന്നു. 30 ലക്ഷം കള്ളൻ മറ്റതാണ്. അത് ഇപ്പം അതിനൊന്നും എനിക്ക് പ്രസക്തിയില്ല. നമ്മൾ ക്ലീൻ ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, ഇന്നത്തെ സോഷ്യൽ മീഡിയ അങ്ങനെയാണല്ലോ. പക്ഷെ അതിലും നല്ലവരുണ്ട്, നല്ല കാര്യങ്ങൾ. അങ്ങനെയാണ് ഒരു പയ്യൻ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, മേജർ രവി കള്ളനാണ്, കുക്കാണെന്നൊക്കെ പറയുന്ന ആളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചിട്ട് ഒരു എൽഡോ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അവൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ചെറുക്കൻ ഫുൾ സ്റ്റഡി ചെയ്തിട്ട് പറയുന്നതല്ല. പക്ഷെ അവൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, അതെന്തൊരു റീച്ചായിരുന്നത്. എന്നെ തെറി വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷെ പിന്നെയാണ് പറയുന്നത് നിങ്ങൾക്കറിയോ ഈ മേജർ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ നമ്മൾ ഒരു സൈഡിൽ തേജോവധം ചെയ്യുമ്പോൾ വേറൊരു സൈഡിൽ ആൾക്കാർ നല്ലത് പറയാനുണ്ടായിരിക്കും. നല്ലതെങ്കിൽ നല്ലത് തന്നെ നിൽക്കുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുണ്ട്. അധിക പക്ഷം ഞാൻ ഒറ്റപ്പാലത്ത് തന്നെയായിരിക്കും കാൻഡിഡേറ്റാണ് നിൽക്കുന്നത്. അതിൻ്റെ ഏകദേശം ഫൈനലൈസ് ആയിരിക്കുന്നു. അവിടെ പോയാൽ എനിക്ക് എൻ്റെ മണ്ണാണത്. എനിക്കറിയുന്ന കുറേ സംഭവങ്ങളുണ്ട്. ആ ഏരിയയിൽ എനിക്ക് അവിടെ ആൾക്കാരെ സേവ് ചെയ്യാം എന്നുള്ളത്. അതിനധികം പൈസ ചിലവോ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ട ആവശ്യമില്ല. കിട്ടുന്ന പൈസ ഗവൺമെൻറ്റിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് വാങ്ങിക്കാം. ഒരു MLA ആണെങ്കിൽ എനിക്കൊന്നറിയാം, നമ്മൾ ഭരിച്ചോ ഭരിച്ചില്ല എന്നുള്ളതല്ല, ആ MLAക്ക് ചില പവേഴ്സ് ഉണ്ട്. ആ ഫണ്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ചെയ്ത് കൊടുക്കാൻ അറിയാം. സാറിന് ഇപ്പം അങ്ങനെ ഒരു ഫണ്ട് കിട്ടി, സാർ ചെയ്യാൻ പോകുന്ന ഒരു 3 കാര്യങ്ങൾ എന്തായിരിക്കും? എൻ്റെ സ്ഥലത്തെന്ന് പറയുന്നത് ഞാനിപ്പോൾ അവിടെ പോയി സ്റ്റഡി ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം ആരും അഡ്രസ്സ് ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആ ഭാരതപ്പുഴ വറ്റി വരണ്ടി കിടക്കുന്ന കണ്ടപ്പം എൻ്റെ പട്ടാമ്പിയിൽ എനിക്കൊരു വീടുണ്ട്, പുഴയുടെ വക്കനാണ്. അതിന് മുമ്പിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. എൻ്റെ ഒറ്റപ്പാലത്തില്ലാത്ത അതിൻ്റെ സൊല്യൂഷൻ ഓൾറെഡി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യാവുന്നുള്ളത്. ഒരു വർഷത്തിനകത്ത് അവിടെ ഒറ്റപ്പാലം വെള്ളത്തിൽ ഒരു ക്ഷാമമില്ലാത്ത രീതിയിൽ ആ പുഴ നിൽക്കും. അത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ പോയിട്ട് ഞാൻ കുട്ടികളുടെ അടുത്ത് കാണുന്നത് പലയിടത്തും ചെറിയ ബോർഡൊക്കെ എഴുതിയിരിക്കും, കളിക്കാൻ സ്ഥലമില്ല എന്നൊക്കെ. കുറച്ച് മൈന്യൂട്ടായിട്ട് അന്വേഷിച്ച സമയത്ത് ഐ നോ ദ ഐ ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ്. അതുപോലെ റെയിൽവേയുടെ സംഭവം, റെയിൽവേ ഭരിക്കുന്നത് എൻ്റെ പാർട്ടിയാണ്, എനിക്കെന്തും ചെയ്യിപ്പിക്കാവുള്ളൂ. അങ്ങനെ സെൻട്രൽ കൂടെ കിട്ടുന്ന പല കാര്യങ്ങളും എനിക്ക് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ കൊണ്ടു കൊടുക്കാൻ പറ്റും. അവിടെ അതിനകത്ത് എനിക്ക് ആയിരിക്കും. കാരണം സെൻട്രൽ അവിടെ പവർഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. അവിടെ പറയാം, സാർ ഞാനിവിടുന്ന് ജയിച്ചു വന്നിരിക്കുകയാണ്, എൻ്റെ പിള്ളേർക്ക് കൊടുക്കേണ്ടത് കിട്ടിയേ പറ്റൂ എന്ന് പറയാനുള്ളത് ഇല്ലേ നമ്മൾക്ക്. അതിനാണ് ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യം ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞു. നിന്ന് കഴിഞ്ഞിട്ട് എത്ര കാലം ഉണ്ടോ ഉള്ള സമയം അതും കൂടെ സർവീസ് ചെയ്തിട്ട് പോകാമെന്ന് മാത്രം. കിട്ടിയില്ലെങ്കിൽ പക്ഷെ കിട്ടും. അവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ചെയ്യാൻ വളരെയധികം സ്കോപ്പുള്ളൊരു സ്ഥലമാണ് അവിടെ. പണ്ട് നിങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ദേവാസുരവും അല്ലെങ്കിൽ നരസിംഹവും 6-ാം തമ്പുരാനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ കാറ്റും പുഴയും അത് നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. ആ കണ്ടിരുന്ന ഒരൊറ്റപ്പാലായിട്ട് മാറ്റാൻ എനിക്ക് സാധിക്കുമെന്നുള്ളത് എനിക്കറിയാം. യെസ്, യു ക്യാൻ പ്രതീക്ഷിക്കാം. തന്നെ ഞാൻ അവിടെ കൊണ്ടുവന്നില്ല. ഇലക്ഷനെല്ലാം കഴിഞ്ഞിട്ട് അന്ന വിൽ ബി എ ഗസ്റ്റ് ഓഫ് മൈൻ, കം ആൻഡ് സീ വാട്ട് ഇറ്റ്. എന്നിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പറയും. അപ്പോൾ തനിക്കറിയാം. ഇല്ലെങ്കിൽ നോണയും പറഞ്ഞ് ഇങ്ങനെ നടക്കരുത്. അപ്പം ചോദിച്ചോ.
അത് ചോദിക്കാറ്. യെസ്, ഇനി എന്താണ്? അപ്പം മേജർ രവി എന്നുള്ളൊരു മേജറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഉള്ളിലൊരു കാമുകൻ എന്തായാലും ഒളിഞ്ഞിട്ടുണ്ടാവുമല്ലോ. കാമുകൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതൊക്കെ എന്താ വിളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ 7ാം ക്ലാസ് തൊട്ട് പ്രേമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആളെയാണോ കെട്ടിയത്? അല്ലട്ടാ, അയ്യോ ദൈവമേ, അങ്ങനെ കെട്ടിയപ്പോൾ ഒരു 10-15 ഒക്കെ ആയിരുന്നു. അത് അങ്ങനെയല്ല. ഈ പ്രണയവും കല്യാണവും രണ്ടും രണ്ടാണ്. ഇന്നത്തെ കാലത്തൊക്കെ പ്രണയിച്ചിട്ട് ആ പ്രൊഫഷണൽ ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ അതിങ്ങനെ പോകും അണ്ടർസ്റ്റാൻഡിങ്ങിൽ. ഞങ്ങളുടെയൊക്കെ സമയത്ത്, എൻ്റെ സമയത്തൊന്നും ഒരു പെൺകുട്ടിയോട് പ്രണയം ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, അതങ്ങനെ നശിച്ചു പോകും. ഇത് ഉള്ളിൽ തന്നെ ഇരിക്കും. ഒരു നോട്ടം, ഒരു ചിരി, ഒരു മാങ്ങ കൊടുക്കൽ, ഇതൊക്കെ ആയിരിക്കും അന്നത്തെ പ്രണയം എന്ന് പറയുന്നത്, സ്കൂളത്തെ പ്രണയങ്ങൾ. പിന്നെ ഒരു ഇൻഫാക്ച്വേഷൻ, എന്തോ മനസ്സിനകത്തൊരു വികാരം. അതെന്താണെന്ന് ചോദിച്ചാൽ സെക്ഷൽ വികാരം എന്നല്ല, അത് ഒരു സുഖമുള്ള, അവളെ കാണുന്ന സമയത്ത് ഒരു സുഖം, അവളെ കണ്ടില്ലെങ്കിൽ എന്തോ ഒരു മാതിരി. അവളെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. അടിവയറ്റില് മഞ്ഞോ ഇനി കുളിരോ കറണ്ടോ എന്തോ വേണമെങ്കിൽ കഴിച്ചോട്ടെ. ബട്ട് അങ്ങനെയുള്ള കാലങ്ങളുണ്ടായിരുന്നു. അവൾ സ്കൂളിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നത്, കൂടെ പോവുക, 10-ലെത്തിയിട്ടും പലപ്പോഴും ഇങ്ങനെ നടക്കും. പറയില്ല, പറയാൻ പേടിയാണ്. കാരണം ഇത് ആരെങ്കിലും കണ്ടാലോ ആ കുട്ടിയായിട്ട് സംസാരിക്കുന്നത്. ഇന്നത്തെ പോലെ എല്ലാ മക്കളെ, ഞങ്ങൾക്ക് നല്ല പ്രശ്നമായിരുന്നു. ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമില്ലായിരുന്നു അത്. അപ്പോൾ ആ കുട്ടിയോടൊന്ന് പറയണമെങ്കിൽ അവളുടെ വീടെത്തുന്നതിന് മുന്നേ പറയും വേണം. വീടെത്തുന്നതിന് മുന്നേ ഒരു വളവ്, അപ്പം ഈ വളവിൽ പറയാം. അപ്പോഴായിരിക്കും മീൻകാരൻ അബു അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് അടുത്ത വളവ്, അടുത്ത കാണാം മണ്ണാത്തി പാറു ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ പല സംഭവങ്ങളിലും വർഷങ്ങൾ പോകുന്നുണ്ട്. പറയാൻ പറ്റില്ല. ആ കുട്ടിക്കും അറിയാം ഞാൻ പിന്നാലെ നടക്കുന്നുണ്ട്. 4 വർഷം നടന്നിട്ട് പിന്നീട് പറഞ്ഞിട്ടുള്ളൊരു കഥയൊക്കെ ഉണ്ട്. പക്ഷെ അത് പിന്നെ നടന്നില്ല. പറഞ്ഞ് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലും കാരണവശാൽ അത് മുടങ്ങിപ്പോകും. കാരണം നമുക്ക് ഒഫീഷ്യലി കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ പഠിപ്പും കാര്യങ്ങളായി വന്നപ്പോൾ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ലാത്ത ഒരു 4.5 വർഷമൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ ആ സമയത്തുള്ള പ്രണയനെ കൊണ്ടുപോകും, പിന്നെ അവൾ വിട്ടിട്ട് പോകും. കാരണം അവർക്ക് വീട്ടിൽ നിന്ന് പ്രശ്നം വരും കല്യാണം കഴിക്കണമെന്നത്. അത് ഇന്നൊക്കെ 1-2 ആൾക്കാർ മരിച്ചുപോയി പാവങ്ങൾ. ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, കാണുമ്പോഴും ചിരിക്കും. രവീന്ദ്ര എന്നുള്ളൊരു വിളിയുണ്ടായിരിക്കും. അത് ഞാനും വിട്ടേക്ക്. പക്ഷെ അതൊരു സുഖമുള്ള അറ്റ്മോസ്ഫിയറാണ്. പിന്നെ കുറച്ചുകൂടെ മെച്യൂറായിട്ടുള്ള പ്രണയം എന്നൊക്കെ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അക്കാഡമിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് all are educated, going to be the officer. അവിടത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you are paid, you are going to be the officer. മോസ്റ്റ് ഹോട്ട് സെല്ലിങ് കേക്കാണ് ഈ ഓഫീസർ കാഡറ്റ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾ പുറത്ത് ഡെറാഡൂൺ ടൗണിലേക്ക് ഇറങ്ങിയാൽ സൺഡേയിൽ പെൺകുട്ടികളെ നമ്മളെ കാണാൻ വേണ്ടി കാത്തിരിക്കും. വെലംസ് സ്കൂൾ, ഡൂൺസ് സ്കൂൾ, ഇതിൻ്റെ എല്ലാം. കാരണം ഇവർ നമ്മളെ കണ്ടറിയാം, ടൈ ഉണ്ടായിരിക്കും, വൈറ്റ് ഷർട്ട്, മറ്റേ മഫ്തി ഡ്രസ്സ്, സൈക്കിളും, ഹെയർ കട്ട് ഫുള്ള് ചെത്തി റെഡിയാക്കിയിട്ടുണ്ടാവും. അന്ന് ആ ലുക്കൊന്നുമല്ല. അവർക്കറിയാം ഈസ് എ വെരി ഗൈ ഹു ഈസ് ഗോയിങ് ടു ഡു സംതിങ് ഇൻ ലൈഫ് ആൻഡ് വിൽ ബി സെക്യൂർഡ് എന്ന്. ആർമി ഓഫീസറിൻ്റെ വൈഫ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ പൊസിഷനാണ്. അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്. അവിടെയൊക്കെ നോർത്തിലൊക്കെ ആർമി ഓഫീസറിൻ്റെ വൈഫാവുക എന്ന് പറയുന്നത് അത്രയും അഭിമാനമുള്ള ഒരു ഫാമിലിയിൽ. ബിക്കോസ് ഒരു പെൺകുട്ടിക്ക് കിട്ടുന്നതിൻ്റെ റെസ്പെക്റ്റ് അവൾ താഴ്ത്തുന്ന തൊട്ടിട്ട് കാണുന്നത്. അവളെ ആദ്യം കല്യാണം കഴിച്ചവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഷീൽ ബി ദ ജൂനിയർ മോസ്റ്റ് വൈഫ്, അല്ലെങ്കിൽ ജൂനിയർ മോസ്റ്റ് ഓഫീസറിൻ്റെ ഭാര്യയായിരിക്കും. ഞാനൊരു ക്യാപ്റ്റനൊക്കെ ആയിരിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചത്. എൻ്റെ ഭാര്യ അവിടെ ചെല്ലുമ്പോൾ ജൂനിയർ മോസ്റ്റ് ഓഫീസറിൻ്റെ ഭാര്യ. ഞാൻ ചീഫിൻ്റെ ADC ആയിട്ടിരുന്നുണ്ട്, ആർമി ചീഫ് ജനറലിൻ്റെ. ഇന്ന് നിങ്ങൾ കാണുന്ന ദ്വിവേദി എന്ന് പറയുന്ന ആൾക്ക് പകരം അന്ന് ജനറൽ റോഡ്രിക്സ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ADC ആയിട്ടിരിക്കുന്ന സമയത്ത് പല പാർട്ടികളിലും നമ്മൾ പോകും. അവിടെ വരുന്ന മുഴുവൻ ഈ ജനറൽ റോഡ്രിക്സ്, താഴത്തുള്ള ലെഫ്റ്റനൻറ്റ് ജനറൽമാർ കുറെണ്ണം, പിന്നെ മേജർ ജനറൽ 1-2 ബ്രിഗേഡിയേഴ്സ് കഴിഞ്ഞു. അതിനിടെ പിന്നെ ലാസ്റ്റുള്ള ആരാണ്? നമ്മളാണ്. ഈ ക്യാപ്റ്റൻ രവീന്ദ്രൻ്റെ ഭാര്യ. ഫുഡ് എടുക്കാൻ പോകുന്നു, എല്ലാം കഴിഞ്ഞ് പാർട്ടി കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ സമയത്ത് ആദ്യം ഷീ ടേക്സ് ഇറ്റ്, അനിത വിൽ ടേക്ക് ഇറ്റ്, പിന്നെയാണ് ജനറലിൻ്റെ വൈഫ് പോലും എടുക്കുള്ളൂ. അതാണ് ഒരു ലേഡിക്ക് ആർമിയിൽ കിട്ടുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഷീ ഈസ് ലുക്ക്ഡ് ആഫ്റ്റർ, പാമ്പേർഡ്, ആൻഡ് ഹസ്ബൻഡ് അവിടെ ഇല്ലെങ്കിലും ഷീൽ ബി ടേക്കിംഗ് കെയർ ബൈ ദ ബറ്റാലിയൻ. എവറിത്തിങ് വിൽ ബി അറ്റ് എ ഡോർ സ്റ്റെപ്സ്.
അപ്പം അങ്ങനെയുള്ള കേഡറ്റ്സ് ആയിട്ടുള്ളൊരു 4 വർഷം ഉണ്ടല്ലോ ഡെറാഡൂണിൽ, ദാറ്റ്സ് ദ ബ്ലഡി ഹാപ്പിയസ്റ്റ് ടൈം ബിക്കോസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾസ് വിൽ ബി ദർ ഇൻ മൗണ്ടൻ ഏരിയ. പിന്നെ പഠിക്കാൻ വരുന്ന മുഴുവൻ ഹോസ്റ്റലിൽ അവിടെ നിന്നൊക്കെ വരുന്ന പിള്ളേരായിരിക്കും. പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടല്ലോ, അപ്പൊ ഏറ്റവും നല്ലൊരു സ്ഥലം ഏതായിരുന്നു? മീൻസ് ഒരു മെമ്മറബിൾ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം? ബ്യൂട്ടിഫുൾ എന്നുള്ളതല്ല, ഈ ഡെറാഡൂൺ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. 4 വർഷമാണ് അവിടെ, 4.5 വർഷം. ഞാൻ ഒരു പ്രാവശ്യം റിലേറ്റീവ് ആയി, 6 മാസം ഞാൻ ഫെയിലായിപ്പോയി അവിടെ. അപ്പം അതിന് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. ആ 4.5 വർഷത്തിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അർമാദിക്കാന്ന്. ഇപ്പോഴും കൂടെ ഞാനൊരു കല്യാണത്തിന് മസൂരി പോയപ്പം ഡെറാഡൂണിലൂടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ഫീലാണ്. അത് ഞാൻ വി ഹാഡ് എ ഗെറ്റ് ടുഗദർ കഴിഞ്ഞ ജൂൺ 8-ാം തീയതി വി ഹാഡ് ഗെറ്റ് ടുഗദർ ഇൻ ദ അക്കാഡമി. ഞങ്ങൾ 260ഓളം ഓഫീസേഴ്സും വൈഫും മാരും വന്നിരുന്നു. അന്നൊക്കെ കല്യാണം കഴിക്കാത്തവരാണ്. പിന്നെ ഞങ്ങൾ 40 വർഷം കഴിഞ്ഞ് കാണുന്നത് കഴിഞ്ഞ വർഷത്തിലായിരുന്നു. അപ്പോഴും ആ പഴയ കാലങ്ങളെ ഓർക്കുന്ന സംസാരങ്ങളും. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ അരെ അനിത, യു ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് എ ബാസ്റ്റർഡ് ഹി വാസ്, യു ദാറ്റ് ആൻഡ് ദിസ് തിങ്. ഇവനപ്പോൾ ഞാൻ പറയാം, എൻ്റെ പൊന്നു മക്കളെ ഒന്ന് ജീവിതം മര്യാദയ്ക്ക് പോകുന്നുണ്ട്, നിങ്ങൾ കുഴപ്പമുണ്ടാക്കല്ലോ. പിന്നെ അവൾക്കറിയാം ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും 38 വർഷമായിട്ട് കല്യാണം കഴിച്ച് നമ്മൾ കൂടെ ഉണ്ടല്ലോ. സോ യു ഷുഡ് നോട്ട് ക്യാരി ഓൾ ദിസ് തിങ്സ് ഹോം. അതല്ല ഞാനിപ്പോൾ നിങ്ങളൊക്കെ തുറന്ന് പറയുന്നത്. ഞാൻ ഇതൊക്കെ നല്ല നല്ല മെമ്മറീസ്. അവരും എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. മലയാളം ആയതുകൊണ്ട് പലർക്കും മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പോൾ മനസ്സിലായില്ല ഹിന്ദിക്കാർ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല മെമ്മറീസ് എന്ന് പറയുമ്പോൾ ഞാൻ ചെറുതായിട്ട് കൂടുതൽ ചോദിക്കാണ്, നല്ല സുന്ദരി പെൺകുട്ടികൾ ഉണ്ടായിരുന്ന നാട് ഏതായിരുന്നു? വൺ ഈസ് ഡെറാഡൂൺ, അതുകൊണ്ട് പ്ലസ് മീററ്റ്. മീററ്റ് നിങ്ങൾക്ക് അറിയില്ല. മീററ്റിൽ പറയുന്നത് എന്താണെന്നറിയോ? അവിടെ പറയുന്നത് രാവണൻ്റെ ഭാര്യ വീടായിരുന്നു. രാമായണത്തിലത്തെ രാവണൻ്റെ ഭാര്യ വീടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവിടുത്തെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ അമേസിങ് ബ്യൂട്ടി. അത് UP ആണ്, പക്ഷെ UP അങ്ങനെ ഒരു സ്ഥലം. അതുപോലെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ ലിമാക്കോങ്, നാഗാലാൻഡ്, ആ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നാഗാലാൻഡിലെ കുട്ടികളെന്ന് പറയുന്നത് നിങ്ങൾ സർപ്രൈസ് ചെയ്യും. അവരുടെ നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അവർക്ക് ഹിന്ദിയൊന്നുമില്ല. അതല്ലേ അവിടുത്തെ കുട്ടികൾ ഇവിടെ ബ്യൂട്ടി പാർലറിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഇംഗ്ലീഷേ അറിയുള്ളൂ, ഹിന്ദി പോലും അറിയില്ല. അതറിയില്ല, അവിടെ ഇംഗ്ലീഷാണ്. കാരണം അവിടെ കുറേ ആ മൗണ്ടൻസിലൊക്കെ ബ്രിട്ടീഷ് ഇൻവേഷനും അതുപോലുള്ള അവരൊരു കൾച്ചറിലാണ് അവർ വളരുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന ചിങ്കി മൂക്കൊന്നുമില്ല. അവർ ഷാർപ്പ് എഡ്ജും ഇതെല്ലാം ഉണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും. ലാംഗ്വേജ്, പ്രസൻറ്റേഷൻ, സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വേറൊരു ലൈനിലേക്ക് ഇംപ്രസ് ആവും. ബാക്കി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഐ ഡോണ്ട് റേറ്റ് എനിത്തിങ് മച്ച്. അത് ഞങ്ങൾ വന്നിട്ടും പോയിട്ടിരിക്കുന്ന ഞങ്ങളൊക്കെ ഫ്ലോട്ടിംഗ് ക്രൗഡല്ലേ. അപ്പോൾ നമുക്ക് എല്ലായിടത്തും എല്ലാ രീതിയിലുള്ള ആളുകളെയും കാണുന്നുണ്ട്. പട്ടാളത്തിലാവുന്ന സമയത്ത് നമ്മൾ എല്ലാ ബ്യൂട്ടീസും നമ്മൾ കാണും. പല സ്ഥലങ്ങളിലുള്ള ഭാര്യമാർ ഞങ്ങളുടെ ബാച്ച്മെൻറ്റ്സിൻ്റെയൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്കറിയാം, ഇത് ഇവിടുന്നാണ്, ഇന്നടുത്തുനിന്നാണ്. ഹിമാചൽ അനദർ ഗുഡ് പ്ലേസ്. പിന്നെ കാം ആൻഡ് ക്വയറ്റ് ഗേൾസാണ് അവിടുത്തെ ഹിമാചലത്തെ. ഒരു ലിറ്റിൽ ഷൈ ടൈപ്പ് പഹാഡീസ്, നമ്മൾ പറയുന്ന പഹാഡീസ് എന്ന് പറയുന്ന അവർ. കാശ്മീർ ബ്യൂട്ടി ഉണ്ട്. അത് വല്ലതും ഈ ഇപ്പൊക്കെ താൻ എന്താടോ ഇത് എന്ത് ഇവിടെ മേജറിന് എന്ത് ഇന്റർവ്യൂ ചെയ്യുന്നത്? കാശ്മീരിലത്തെ ആപ്പിൾ അവിടെ കാശ്മീരിലൊക്കെ അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു പണ്ടൊന്നും. ഇപ്പോഴാണ് കുട്ടികളെല്ലാം ബുർക്കൊക്കെ മാറ്റി വരും, തട്ടം മാത്രം ഇട്ട് വരുമ്പോഴാണ് നമ്മൾ ഓ മൈ ഗാഡ് എന്നുള്ളത്. മറ്റത് ഫുൾ ഞാനൊക്കെ 91 89 90 ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ബീൻ ഫുൾ കവേർഡായിരിക്കും. യങ് ഗേൾസിനൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല. പിന്നീട് ഇപ്പൊക്കെ പോകുന്ന സമയത്ത് യു ക്യാൻ സി കോളേജിലൊക്കെ പോകുന്ന പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ, എന്നാലേ ഇവരുടെ നമ്മൾ അഭിനയിക്കാൻ വിളിച്ചാൽ ദേ വിൽ നോട്ട് കം. എന്തെങ്കിലും കാരണം नहीं साहब हमसे नहीं होता है, they don't want to get out of that place. അവർക്ക് ഇവിടെ ബോംബെയിലെവിടെയെങ്കിലും കൊണ്ട് ചൂട് കാരണം അവർ മരിച്ചു പോകും. അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ കാശ്മീരിൽ ഹാപ്പിയാണ്. അപ്പം എല്ലാം സൗന്ദര്യം എന്ന് പറയുന്നത് നോക്കുന്ന ആളുടെ കണ്ണിലാണ്. ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് താൻ ഇങ്ങനെ ചോദിച്ചാൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ കണ്ടു. പക്ഷെ പിന്നെ എനിക്ക് സൗന്ദര്യം തോന്നുന്നത് തനിക്ക് ചിലപ്പോൾ സൗന്ദര്യമായിട്ട് തോന്നില്ലായിരിക്കും. എനിക്കിപ്പോൾ ഒരു പെൺകുട്ടി
അങ്ങനെ നോക്കി, വാട്ട് ഈസ് ഇറ്റ്? നോ, അതാണ് ഞാൻ പറഞ്ഞത്, ആ കാണുന്ന ആളുടെ സൗന്ദര്യം പോലെ കാണുന്ന ആളുടെ കണ്ണിൽ കൂടെയാണ്. അതല്ലേ പറഞ്ഞത്, ലൈല മജ്നുവിൽ നിങ്ങൾ കേൾക്കുന്ന ലൈല എന്നുള്ളത് ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒറിജിനൽ ലൈല വാസ് നോട്ട് ദാറ്റ് ബ്യൂട്ടിഫുൾ. അതാ മജ്നുവിൻ്റെ കണ്ണിൽ കൂടെ കണ്ടപ്പോഴുള്ള ലൈല, അതിലാണ് ആ പോയട്രി വരുന്നത്. ലൈല മജ്നു, ഇത്രയും വലിയ പ്രണയിനികൾ എന്നുള്ളത്, അനാർക്കലി, ഇതൊക്കെ അവർ കണ്ടിട്ടുള്ളതും അവരുടെ കണ്ണിൽ കൂടെ കണ്ട സൗന്ദര്യമാണ്. ഇപ്പം സൗന്ദര്യം എന്ന് പറയുന്നത് നോക്കുന്ന ആളുടെ കണ്ണിൽ കൂടെയാണ്. അതുകൊണ്ട് ഡോണ്ട് റാഷണലൈസ് വാട്ട് ഈസ് ബ്യൂട്ടി എന്ന്. എവറിബഡി ഈസ് ബ്യൂട്ടിഫുൾ, ഗോഡ്സ് ക്രിയേഷൻ എന്ന് വെച്ചിട്ട് നമ്മൾ നോക്കണം. നമ്മളല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വിൽ ബി ദ മോസ്റ്റ് ഡിസാറ്റിസ്ഫൈഡ് പേഴ്സൺ. വാട്ട് യു ഗോട്ട്, യു ഫൈൻഡ് ദ ബ്യൂട്ടി ഇൻ ഹർ ആൻഡ് ലുക്ക് ഇൻ ടു യുവർ ഐസ് മീൻസ് യെസ് യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. പക്ഷെ പലപ്പോഴും നമ്മുടെ ഭാര്യമാരോട് പറയാറില്ല. അതെന്താ പറയുക, അത് ചിലപ്പോൾ എനിക്കറിയില്ല. അത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഇങ്ങനെ സൈഡിലേക്ക് ഇരുന്നിട്ട് എന്തെങ്കിലും കൂടെ പറയാൻ പറ്റത്. ഇവിടെ ഒരു ഹമ്പ് വരുന്നത് അങ്ങനെ ആയത്. ഈ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതെങ്ങനെയാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ചിലരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും യെസ്. ഇപ്പം ചെറിയ സംഭവങ്ങൾ, ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില കുട്ടികളെ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയി തോന്നും. അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ അച്ഛനമ്മമാർ വളർത്തുന്ന രീതിയാണ്. കുട്ടികൾ നിങ്ങൾ കുട്ടികളായിട്ട് വിടുക, ലെറ്റ് ദം ലിവ് ദ വേ ദേ ആർ, ഇന്നസെൻറ്റ്. ഞാനിപ്പോൾ വളരെയധികം അഡോർ ചെയ്യുന്നൊരു പെൺകുട്ടിയുണ്ട്, ഗംഗ, മറ്റേ വയലിൻ വായിക്കുന്ന കുട്ടിയില്ലേ, ഗംഗ ശശിധരൻ. ആ വയലിൻ വായിക്കുന്നൊരു കുട്ടിയുണ്ട്, അറിയില്ല, ഗംഗാതരംഗം എന്നുള്ളൊക്കെ വയലിൻ വായിച്ചിട്ട് നിനക്കറിയില്ലേ? എൻ്റെ ദൈവം, നിങ്ങൾ നെറ്റിട്ട് നോക്ക്. ഷീസ് എ വൈബ് ഇൻ ദ സ്റ്റേജ് നൗ ഡേയ്സ്. ട്രിവാൻഡ്രത്തിലുള്ള ഒരു കുട്ടിയാണ്. ഞാൻ ഇന്നലെ ഒരു കമൻ്റ് ഇട്ടു, ആ കുട്ടിയുടെ അത് കണ്ടു ഞാൻ, ഗോഡ് ബ്ലെസ് യു മോളെന്ന്. ബിക്കോസ് സോ പ്ലസൻറ്റ് ലുക്കിംഗ്, 11 വയസ്സേ പറ്റുള്ളൂ. ആ കല അത് ദൈവം കൊടുത്തിരിക്കുകയാണ് ആ കൈയിൻ്റെ വിരലിലേക്ക്. എന്നിട്ട് അത് ആ എക്സ്പ്രഷനോടുകൂടിയൊക്കെ പാടുന്ന സമയത്ത് അത് ദൈവികമായിട്ട് കിട്ടുന്ന ചില ശക്തികളാണ്. ഗംഗ വയലിൽ നിന്നിട്ടാൽ മതി, അപ്പോൾ കിട്ടുമത്. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്തിന് ഇങ്ങനെയല്ലേ കുട്ടികൾ. അതാ അച്ഛനമ്മമാർ ആ കുട്ടി സ്റ്റേജിൽ കയറുന്ന സമയത്ത് എല്ലാവരും തബലിസ്റ്റും മറ്റും എല്ലാവരും കാലും തൊട്ട് കൈകൾ തൊട്ടൊക്കെ പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. ചിലപ്പോൾ ക്രിസ്ത്യൻസോ മുസ്ലിംസൊന്നും കാല് തൊട്ടിട്ട് ആരെയും സംസാരിക്കില്ലായിരിക്കും. പക്ഷേ ഹിന്ദുക്കളിൽ ഞങ്ങളിതൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആ കുട്ടികളത് കാണുന്ന സമയത്ത് അവരുടെ അച്ഛനമ്മമാർ അവരെ വളർത്തിയിരിക്കുന്ന അങ്ങനെയാണ്. അതാണ് ഞാൻ പറയുന്നത്, കുട്ടികളാവുമ്പോൾ ആ കുരുന്തത്തരം അതങ്ങനെ വളർത്തുക. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും മോസ്റ്റ് ക്രൂക്കഡായിട്ട് മാറുന്നത്. അപ്പോൾ ആ കുട്ടിത്വമുള്ള സമയത്ത് ലെറ്റ് ഹർ ലിവ് ലൈക്ക് ദാറ്റ്. ഡോണ്ട് ടീച്ച് അത് യു ആർ സംതിങ്, നോ, ജസ്റ്റ് ലീവ്. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് അഡോർ ചെയ്യുക കുട്ടീനെ. കിട്ടിയത് കണ്ട കാണിച്ചു കൊടുക്ക്. ഓ ഇത് കണ്ടിട്ടില്ല, ഗ്രേസുള്ളൊരു കുട്ടിയല്ലേ പറഞ്ഞത്. യെസ്, നല്ലൊരു ഗ്രേസ്. ആ ഗ്രേസാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ അത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ ദൈവസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളുണ്ട്. ഇപ്പം ഐശ്വര്യ റായ്, ഷീസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വുമൻ എന്നുള്ളത് കൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഐശ്വര്യ റായിക്ക് ഒരു അഹങ്കരിക്കാനുള്ള അവകാശമില്ല. ഞാനിപ്പോൾ ഹാൻസം ആണെങ്കിൽ ഐ ഗോട്ട് നത്തിങ് ടു അഹങ്കരിക്കാനുള്ള. ഹാൻസം ആണെങ്കിൽ എനിക്കത് അഹങ്കരിക്കണ്ട. പക്ഷെ എവിടെയാണ് നമ്മൾ അഹങ്കരിക്കേണ്ടത്? നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഹൗ യു കണ്ടക്ട്. ഐശ്വര്യ റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആ ബ്യൂട്ടിക്ക് അഭിമാനിക്കാനൊന്നുമില്ല. പക്ഷേ ഹൗ ഷീ കണ്ടക്ട്സ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, ഹൗ ഷീ പ്രസൻസ് ഹെർ സെൽഫ്, ഹൗ ഷീ മോട്ടിവേറ്റഡ് ആൻഡ് മോൾഡഡ് ഹർ, ഹൗ ഹീ ആൻഡ് ഷീ, അതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അവിടെ യു ബി പ്രൗഡ് ഓഫ് ഇറ്റ്. ആ പ്രൗഡിലും ഗിവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സോഫ്റ്റ്നെസ്. അപ്പം തന്നെ ആ പ്രൗഡിക്കകത്ത് അതർ പേഴ്സൺ ഷുഡ് ഫീൽ മാൻ ഹി മീൻസ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അവിടെ അഗെയിൻ യുവർ പേഴ്സണാലിറ്റി ഈസ് ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ്. അതുകൊണ്ട് ദൈവം തന്നിട്ടുള്ള എല്ലാറ്റിലും നമ്മൾ അഹങ്കരിക്കരുത്, അതിനെ കൊണ്ട് നടക്കും. ജനങ്ങൾ നിങ്ങളെ അവിടെ ഇഷ്ടപ്പെടണം. അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ ആ ഒരു മേജർ ലൈഫിൽ നിന്ന് പിന്നെ എപ്പോഴാണ് സിനിമയിലേക്ക്? സിനിമ എൻ്റെ മനസ്സിനകത്ത് പണ്ടുണ്ടായിരുന്നു. ബിക്കോസ് ഐ എം ബേസിക്കലി എ റൊമാൻറ്റിക് പേഴ്സൺ.
എനിക്ക് എല്ലാറ്റിലും ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ റൊമാൻസ് ഉണ്ട്. ഞാനത് പ്രകൃതിയാണെങ്കിലും ശരി, ഒരു പെൺകുട്ടിയാണെങ്കിലും ശരി, ഞാൻ അഡോർ ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ്. ഇപ്പം ഞാൻ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര കുരുന്തത്രം തോന്നും. നല്ല രസം. ഈ അമ്പലങ്ങളിലൊക്കെ കുട്ടികളിങ്ങനെ കളിക്കുന്ന കാണുന്ന സമയത്ത് ഞാൻ ചിലതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഐ വിഷ് ഐ ഹാഡ് എ ഡോട്ടർ ലൈക്ക് ദിസ്, ഐ വിഷ് ഐ ഹാഡ് എ സിസ്റ്റർ ലൈക്ക് ദിസ്. എനിക്കിത് രണ്ടുമില്ല. അപ്പോൾ ഇപ്പോഴത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഡോട്ടർ പോലെ എൻ്റെ ബ്രദറിൻ്റെ അതുണ്ട് കയ്യിൽ, ഓൾറെഡി ആയി. അപ്പം അതില്ലാത്ത സമയത്തും ഇങ്ങനെയുള്ള ആളുകൾ, അതിപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ശരി, ചിലത് ഭയങ്കര കുസൃതിക്കാരനായിരിക്കും, പക്ഷെ ആ കുസൃതിയിലുണ്ട് രസം. ചിലതുണ്ട് ഇറിറ്റേറ്റിംഗ്ലി കുസൃതി. അതെന്ന് അഗെയിൻ ഞാൻ ബ്ലെയിം ചെയ്യുന്ന ഈ അച്ഛനമ്മമാരെയാണ്. ഇപ്പം പബ്ലിക്കിൽ ഒരു കുട്ടി, നിങ്ങളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുക, പിറകിലത്തെ സീറ്റിലിരിക്കുന്ന കുട്ടി നിങ്ങളുടെ സീറ്റിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്നതിന് മുന്നേ അച്ഛനോ അമ്മയൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഡോണ്ട് ഡു ഇറ്റ് ബേബി. എനിക്ക് 2-3 ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഞാൻ കുറേ സഹിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടിയോടല്ല പറയുന്നത്, വാട്ട് എ ഷെയിംലെസ് പേരൻസ് യു ആർ മേക്കിംഗ്. ഡോണ്ട് യു സീ ദിസ് തിങ്? താനൊരു കാര്യം ചെയ്യും, താൻ ഇവിടെ വന്നിരിക്കുന്നത് ആ കുട്ടീനെ എൻ്റെ വഴിയിൽ തന്നു, എന്നിട്ട് ഞാൻ ചവിട്ടി തരാം, അപ്പം അറിയാൻ തുടങ്ങി എങ്ങനെയാണ് അതിൻ്റെ ഫീൽ. ഇത് നമ്മൾ പറയേണ്ട അവസരം കൊടുക്കരുത്. അച്ഛനമ്മമാർ പബ്ലിക്കിൽ കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഉപദ്രവരുത്. ഫ്രീഡം കൊടുക്കൂ, പക്ഷെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന നോ ബേബി, ഡോണ്ട് ഡു ഇറ്റ്. അവിടെ ആ കുട്ടിക്ക് മനസ്സിലാവും അത് ഇറിറ്റേറ്റിംഗ് ആണ്, അവനതൊരിക്കലും ജീവിതത്തിൽ ചെയ്യില്ല. പിന്നെ അവൻ വളർന്നിട്ട് ഇങ്ങനെ ചെയ്യും, അടി വാങ്ങിക്കും. ഇതാണ് നടക്കുന്നത്. അതല്ലേ പറഞ്ഞ നാട്ടുകാരുടെ അടി വാങ്ങിക്കേണ്ടി വരില്ല. അപ്പം ഇതൊക്കെയാണ് ഇപ്പം അതല്ലേ ചോദിച്ചത്. ഈ സിനിമ എന്നുള്ളത് മോഹം പണ്ടേ ഉണ്ട്, കുട്ടിക്കാലം തൊട്ടിട്ട്. പണ്ട് ജയഭാരതി ചേച്ചി അല്ലെങ്കിൽ ഷീലാമ്മ അഡോറേഷൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് അഡ്മിറേഷനാണ്. പ്രേം നസീർക്ക, സത്യൻ സാറ്, അതൊക്കെയായിരുന്നു, ശിവാജി സാറ്, ഇവരുടെയൊക്കെ. MGR എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെയുള്ളൊരു പാഷനല്ലായിരുന്നു, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ്. പക്ഷെ ശിവാജി അഭിനയത്തിൽ ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടൊരു സമയം വരുന്നു, ഷീലാമ്മ ഒരു ദിവസം ട്രിവാൻഡ്രത്ത്, ഞാൻ മസ്കറ്റ് റോഡിൽ താമസിക്കുന്ന സമയത്ത് വരാന്തയിൽ പോകും, പെട്ടെന്നൊരു വാതിൽ വന്നു, ഒരാൾ പുറത്തേക്ക് വന്നു. ഇത് ഷീലാമ്മ. ഞാൻ നോക്കി, നമസ്കാരം മാമ. മേജറെ, ഞാൻ അഭിനയിക്കുന്നുണ്ട്, ഇപ്പോഴും നിർത്തിയിട്ടില്ല, അപ്പോൾ പടത്തിലൊക്കെ കാസ്റ്റ് ചെയ്യണം പറഞ്ഞാൽ ആധികാരികമായിട്ട് മേജറെ എന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് സംസാരിക്കുക. ഞാൻ പറയുമ്പോൾ അങ്ങനൊരു സീൻ വരാത്തതുകൊണ്ടാണ്. പക്ഷെ പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു കാലത്ത് ഈ അമ്മേനെ ഞാൻ അങ്ങനെ അഡോർ ചെയ്തിട്ടുള്ള ആൾ, പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ആസ് എ ഡയറക്ടർ വെൻ യു ഗ്രൂ ലൈക്ക് ദാറ്റ് ലെവലിലേക്ക് വന്നല്ലോ, അതെൻ്റെ ഹാർഡ് വർക്കല്ലേ. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവമേ ഈ ലെവലിലേക്ക് എത്തിച്ചു തന്നല്ലോ, നന്ദിയുണ്ട്. അത് അതേപോലെ തന്നെ അമിതാഭ് ബച്ചനെ ഞാൻ വെച്ച് ഡയറക്റ്റ് ചെയ്ത സമയത്ത് എനിക്കൊരു പിടിയും കിട്ടില്ല, അങ്ങനെ അഡോറേഷനായിരുന്നു അദ്ദേഹമായിട്ട്. മോഹൻലാൽ പിന്നെ എന്താ വെച്ചാൽ അതെൻ്റെ ഒരു ബോഡിയുടെ പാർട്ടോ അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷെ അദ്ദേഹത്തെ വെച്ചിട്ടും ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നേക്കാൾ താഴെയാണ്. പക്ഷേ ഞാൻ കാല് തൊട്ടിട്ടാണ് ആദ്യത്തെ ഷോട്ട് വെച്ചത്. അതിപ്പോഴും അതെ, പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നേരം ഇങ്ങനെ പിടിക്കും. പക്ഷെ അതെന്തായാലും ഈ ഗുരുത്വത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മളതൊക്കെ ചെയ്യുമോ. അപ്പോൾ അതൊക്കെയാണ് ആ പാഷൻ, അന്നുണ്ടായിരുന്ന പാഷനെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. പ്രൊഫഷൻ നടക്കുന്നുണ്ട് സെൻറ്ററിൽ കൂടെ, ഇതിങ്ങനെ സൈഡിൽ കൂടെ പടങ്ങൾ കണ്ട് ഇങ്ങനെ പോയി അവസാന ഒരു സമയത്ത് മോഹൻലാലിനെയും പ്രിയദർശിനി ഇവരൊക്കെ മുട്ടിക്കഴിഞ്ഞപ്പോൾ സിനിമയുടെ ഒരു ലോകത്തിലോട്ട് നമ്മളെത്തി. അവിടെ ഇപ്പം നമ്മുടെ അതൊരു ലോകം. അങ്ങനെയാണ് ഞാൻ റിസൈൻ ചെയ്യുന്നതും പുറത്തു വരുന്നതും ഒരു ഡയറക്ടർ ആവുന്നതും. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഈസിയാണ്. കാരണം റിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ആള് റിസൈൻ അമ്മ നെഞ്ഞത്തടിച്ച്, അമ്മ ജീവനോടുണ്ടായിരുന്നപ്പോൾ ഞാനങ്ങനെ ജനുവരി 14-ാം തീയതി എനിക്ക് ലെറ്റർ വന്നപ്പോൾ ഞാൻ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ റിസൈൻ ചെയ്ത് കേട്ടോ. എന്താ കുട്ടിയെ ഇങ്ങനൊരു ചതി ചെയ്തല്ലോ എന്നത്. അപ്പം അമ്മയ്ക്ക് അറിയാമായിരുന്നു ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ജാതകത്തിലുണ്ടത്ര അത് ഭ്രാന്ത വലിച്ചിട്ടെല്ലാം പുറത്തു പോകുന്നത്. അപ്പം അച്ഛന് പിന്നെ അത്ര വലിയ ഷോക്ക് ഉണ്ടായിരുന്നില്ല. അമ്മ എന്തിനാ കുട്ടിയെ ഇങ്ങനെ കടുകയും ചെയ്തത്. ഞാൻ പറയാം, അമ്മ വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, നല്ലൊരു ശമ്പളവും പൊസിഷനുള്ള ജോലി വിട്ടിട്ട് എന്ത് ചെയ്യുന്നുള്ളതാണ് എൻ്റെ മകൻ.
പക്ഷെ അത് എന്ത് ചെയ്തു, എവിടെ എത്തിയെന്നുള്ളത് കാണാനുള്ള യോഗം History. അമ്മയ്ക്കുണ്ടായില്ല. പടത്തിന് അഡ്വാൻസ് കൊടുത്തതിൻ്റെ 7-ാം ദിവസം അമ്മ മരിച്ചുപോയി കീഴ്ചക്കട. അപ്പം അത് ഒരുപക്ഷെ അമ്മയ്ക്കത് കാണാനുള്ള യോഗം ഉണ്ടാവില്ലായിരിക്കും, ഞങ്ങൾക്കത് എൻജോയ് ചെയ്യാനുള്ള യോഗം ഉണ്ടാവില്ലായിരിക്കും. അമ്മയും മോനും കൂടിയിട്ട്, മോഹൻലാലും അമ്മയും കൂടെ ഉണ്ടായിരുന്ന പോലെ എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ കിടന്നിട്ട് അത് ഇങ്ങനെ കഥ പറയാനുള്ളൊരു യോഗമില്ല. മോഹൻലാലിന് ആ ബാക്കി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നെ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചപ്പം അതായിരുന്നു ഞാൻ ആ ഒരു ദിവസം ഭയങ്കര ഷോക്കിലായിരുന്നു. എൻ്റെ അമ്മ പോയതിനു ശേഷം വളരെയധികം എനിക്ക് മോറൽ സപ്പോർട്ടും പലതും തന്നിരുന്നു. 5-6 മാസമൊക്കെ കാണാൻ പോയില്ലെങ്കിൽ പിന്നെ ചെല്ലുന്ന സമയത്ത് മോഹം പൂർപ്പിച്ച് ഇങ്ങനെ ഇരിക്കാൻ പോകണം, അങ്ങനെയുള്ളൊരു ബന്ധമാണ്. അതാണ് മരിച്ചിട്ട് ഞാൻ വളരെയധികം ഷോക്കായിപ്പോയത്. അതിൻ്റെ 4-ാം ദിവസമായിരുന്നു അനിയൻ മരിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടെ ആ ഒരു വീക്ക് 2 വീക്സ് ഒരു മന്ത് വളരെയധികം വേദനിപ്പിച്ചൊരു മാസമായിരുന്നു. അപ്പം സിനിമയിലേക്ക് വരാൻ ഇതൊക്കെ തന്നെയാണ് നിമിത്തങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതിന് അല്ല എന്നാൽ വരട്ടെ, അല്ല വെറുതെ അമ്പലത്തിൽ പോയിട്ടൊരു ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയിരുന്നൊരു നിലവിളിയും കൂട്ടിയിട്ട് കാര്യമില്ല, മൂപ്പരും രക്ഷിക്കില്ല. കാരണം നീ പണിയെടുക്കില്ല, നീ ഇവിടെ വന്നിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമാണോ, നീ പോയി പണിയെടുക്ക്. ഇത് വിശ്വസിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും തന്നെ അമ്പലത്തിൽ കാണില്ല. പക്ഷെ അടുത്തൂടെ പോകുന്ന സമയത്ത് അമ്പലമായാലും പള്ളിയായാലും ഞാൻ എല്ലായിടത്തും ഒന്ന് കൈ ഇങ്ങനെ വയ്ക്കും. ഇത്രയേ ഉള്ളൂ, സൂക്ഷിച്ചോണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുവരെയൊക്കെ എത്തി. ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ജയിക്കോ തോൽക്കോ എന്നുള്ളതല്ല, പക്ഷെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. തൊട്ടതെല്ലാം പൊന്നാവാറുണ്ട്. ആവുന്നുണ്ട്, പൊന്നത് ഡയമണ്ട് ആക്കണം ആവട്ടെ. ആവണം.